ാണ് മിനിട്ട് പറയും, ഞാനാണ് നിന്റെ വയറ്റില് ഈ ഒരു നൈറ്റെയിലിനെ സീൽ ചെയ്ത് വെച്ചത്. എന്റെ അനുവാദം ഇല്ലാതെ നിനക്കത് ബ്രേക്ക് ചെയ്യാൻ യാതൊരു അവകാശമില്ല. അപ്പൊ നൈറ്റെയില് അത് വിളിച്ചു പറയും, മിനിട്ടോയെ തട്ടിത്തെറിപ്പിച്ച് നീ ഓടിവാ. അവൻ പറയുന്നത് കേൾക്കരുത്. ഈ ഒരു പ്രതിസന്ധിയില് നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് മാത്രമേ കഴിയൂ. അത് കേട്ട് മിനിട്ട ഇപ്പൊ കുട്ടപ്പനോട് പറയും, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഞാനാണ് നിന്റെ അച്ഛൻ, സാക്ഷാൽ മിനിട്ടോ. അത് കേട്ട് കുട്ടപ്പൻ ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. മിനിട്ട് ഇപ്പോ കുട്ടപ്പനെ കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവും. കുട്ടപ്പൻ ആദ്യമായിട്ട് അവന്റെ അച്ഛനെ കണ്ട് കരയാൻ തുടങ്ങും. പക്ഷെ അവൻ ചാടി വന്ന് മിനിട്ടയുടെ വയറ്റിൽ തന്നെ ഒരൊറ്റ അടി. നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? ആ നൈറ്റെയിലിനെ അതിനെ എന്തിനാണ് എന്റെ ബോഡിയിൽ തന്നെ സീൽ ചെയ്തത്? അത് കാരണം ചെറുപ്പം മുതലേ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഒരച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ട് പേടിച്ചാണ് ഞാൻ ചെറുപ്പം മുതലേ ജീവിച്ചു വന്നത്. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാവരെയും സ്നേഹിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ വളരാൻ തുടങ്ങിയപ്പോഴാണ് ഇറൂക്ക സെൻസായി, കാക്കാഷി എന്നിങ്ങനെ ഒരുപാട് പേര് എന്റെ അടുത്തേക്ക് വന്ന് എന്നെ ചേർത്ത് നിർത്താൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ എന്റെ ലൈഫില് ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നീട് ഇപ്പോ ദുരന്തങ്ങൾ മാത്രമാണ് എന്റെ ലൈഫിൽ സംഭവിക്കുന്നത്. അക്കാസ്കി എന്ന് പേരുള്ള ഒരു ടീം പോലും നൈറ്റെയിലിന് വേണ്ടി എന്നെ വേട്ടയാടുകയാണ്. അവരെന്റെ ഫ്രണ്ട്സിനെ കൊന്നു, എന്റെ മാസ്റ്ററിനെ കൊന്നു, എന്റെ ഗ്രാമം അതുപോലും നശിപ്പിച്ചു. ഇതെല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാണെന്ന് പറയുമ്പോ അതിന് മിനിട്ട് പറയും, എന്നോട് ക്ഷമിക്കണം, നിനക്കിപ്പോ എത്ര വയസ്സായി? അതിന് കുട്ടപ്പൻ പറയും, 16. അപ്പൊ മിനിട്ട, നിന്റെ ഇത്രയും വർഷക്കാലം നീ ഒരുപാട് അനുഭവിച്ചു. അത് നിന്റെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായി. ക്ഷമയല്ലാതെ മറ്റൊന്നും ചോദിക്കാൻ ഇപ്പൊ എന്റെ കയ്യിലില്ല. ആപ്പ് പോലും ചോദിക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്. അതിന് കുട്ടപ്പൻ, സാരമില്ല, എന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഓക്കെയാണ്. എന്റെ പപ്പ അത് നിങ്ങളെ പോലെ ഒരു ഗ്രേറ്റ് ആയ ആളാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. അതിന് മിനിട്ട് പറയും, നീ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് നിന്റെ ബോഡിയില് ആ ഒരു നൈറ്റെയിലിനെ ഞാൻ സീൽ ചെയ്തതെന്ന്? ആക്ച്വലി നൈറ്റെയിലിന്റെ പകുതി പവർ മാത്രമേ നിന്റെ ബോഡിയിലുള്ളൂ. ബാക്കി പകുതി എന്റെ ബോഡിയിലാണ് ഞാൻ സീൽ ചെയ്തിരിക്കുന്നത്. നൈറ്റെയിലിനെ കൺട്രോൾ ചെയ്യാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത്. 16 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബ്രഹ്മാണ്ഡ വില്ലൻ നമ്മുടെ ഗ്രാമത്തിലെത്തി. അവൻ ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ ശ്രമിച്ചു. അന്ന് അവൻ ഉപയോഗിച്ച ടൂളാണ് ഈ ഒരു നൈറ്റെയിൽ. എനിക്ക് ഉറപ്പുണ്ട് അവൻ ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ വീണ്ടും ഇവിടേക്ക് എത്തും. അതിന് കുട്ടപ്പൻ പറയും, ലീഫ് വില്ലേജ് ഇപ്പോ ഓൾറെഡി നശിച്ചു കഴിഞ്ഞില്ലേ, ഇനി അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മിനിട്ടോ പറയും, ഉറപ്പായിട്ടും അവൻ തിരികെ വരും. മാമന്റെ മരണത്തിന് പോലും കാരണക്കാരൻ അവനാണ്. അവനും അക്കാസ്കി ടീമിലെ ഒരു മെമ്പറാണ്. അവൻ എപ്പോഴും മാസ്ക് ഇട്ടാണ് നടക്കുക. അത് കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന് മനസ്സിലാവും, ടോബി, സാക്ഷാൽ ടോബിയാണ് ആ ഒരു വില്ലൻ. അവന് ഞാൻ ഒരിക്കല് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ എല്ലാ പവറും അവന് കറക്റ്റായിട്ട് അറിയാം. അതിന് മിനിട്ടോ പറയും, പെയിനെ പോലും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഈ ടോബിയാണ്. അത് കേട്ട് കുട്ടപ്പൻ ഷോക്കായിട്ട്, അത്രയും പവറുള്ള പെയിനെ അവനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇവനെ കൊണ്ട് കഴിയോ? എങ്കിലും എന്തിനായിരിക്കും എല്ലാവരും ഇപ്പൊ ലീഫ് വില്ലേജിന് ഫോക്കസ് ചെയ്യുന്നത്? അതിന് മിനിട്ടോ പറയും, പെയിൻ അവനാവശ്യം നിഞ്ച വേൾഡില് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ്. അപ്പൊ കുട്ടപ്പന് പെയിൻ അവനോട് പറഞ്ഞ കാര്യം ഇപ്പൊ ഓർമ്മ വരും. എന്റെ ആഗ്രഹം പുതിയൊരു ലോകം സൃഷ്ടിക്കുക എന്നതാണ്. നിഞ്ചകളുടെ പക, വെറുപ്പ്, വിരോധം അതൊക്കെ എനിക്ക് മാറ്റണം. മിനിട്ട പറയും, ലോകത്തിൽ സ്നേഹമുള്ളതുപോലെ തന്നെ വെറുപ്പുണ്ട്. ആ ഒരു വെറുപ്പിനെ പലരും മാനിപ്പുലേറ്റ് ചെയ്ത് മോൺസ്റ്റേഴ്സ് ആക്കി മാറ്റാറുണ്ട്. ഈ വെറുപ്പെന്ന വികാരമാണ് എല്ലാവരെയും പരസ്പരം ദ്രോഹിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ജിറയും അവനും ആ ഒരു വികാരത്തെ ഇല്ലാതാക്കാനാണ് ആളുടെ ജീവിതം കൊണ്ട് ശ്രമിച്ചത്. പക്ഷെ ആർക്കും അതിന് കഴിഞ്ഞില്ല.